നമസ്കാരം. നിലച്ചിരിക്കാതെയാണ് BJPക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടുന്നത്. പരമ്പരാഗത പ്രസിഡന്റുമാർ, പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് വിലപേശി അധികാരമേറ്റിരുന്ന പ്രസിഡന്റുമാരൊക്കെ മാറി കേരള രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത, നേരെ ചൊവ്വെ മലയാളം പറയാൻ അറിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. തൃശ്ശൂരുകാരനാണ് പിതാവെങ്കിലും രാജീവ് ജനിച്ചതും വളർന്നതുമൊക്കെ വടക്കേ ഇന്ത്യയിലായിരുന്നു. പിന്നീട് രാജീവ് വിദേശത്ത് പഠിച്ചു, കേരളത്തിന് പുറത്ത് ബിസിനസ് ചെയ്തു. ഒടുവിൽ രാജീവ് സെറ്റിൽ ചെയ്തതും കർണാടകയിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. കർണാടകയിൽ നിന്നാണ് രാജീവ് 18 വർഷം രാജ്യസഭയിലേക്ക് അംഗമായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോഴാണ് രാജീവ് കൃത്യമായി മലയാളിയാണ് എന്ന് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നും രാജീവ് സംസ്ഥാന BJP പ്രസിഡന്റ് ആകുമ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. എന്നാൽ ബിസിനസ്സിൽ താൻ നടത്തി വിജയിച്ച പരീക്ഷണങ്ങളുടെ തനിയാവർത്തനം രാഷ്ട്രീയത്തിലും നടത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇതുവരെ കേരളം കണ്ടുപരിചയിച്ച BJP രീതികളൊക്കെ പൊളിച്ചെഴുതി തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കൽപ്പനയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മാറുന്നു. രാജീവിന് രാഷ്ട്രീയമൊന്നും അറിയില്ല, രാജീവിനെ എല്ലാം പഠിപ്പിച്ചേക്കാം എന്ന് കരുതിയവരൊക്കെ പതിയെ പതിയെ പിന്മാറുകയാണ്. കൺട്രോൾ ചെയ്യാനും ഉപദേശിക്കാനും ഓടിക്കൂടിയവരൊക്കെ പതിയെ രാജീവിൻ്റെ ഫാനായി രാജീവ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഗ്രൂപ്പ് തിരിഞ്ഞു നിന്ന് രാജീവിനോട് നിസ്സഹകരിച്ചുകൊണ്ട് രാജീവിനെ നിശബ്ദമായി തോൽപ്പിക്കാൻ ഇറങ്ങിയ നേതാക്കന്മാർക്ക് ചുവട് പിഴയ്ക്കും എന്ന തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അണികളൊക്കെ ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്, രാജീവ് ചന്ദ്രശേഖരനിലൂടെ BJP രക്ഷപ്പെടും എന്ന് തിരിച്ചറിഞ്ഞതോടെ നേതാക്കന്മാർക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാതെ രാജീവ് പാളയത്തിലേക്ക് ചുവട് മാറ്റേണ്ടി വരുന്നു. ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ പഴയ ആളുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ആളുകളെ കൊണ്ട് മാത്രം സമാന്തര ഭരണം നടത്താനോ അല്ല രാജീവ് ശ്രമിക്കുന്നത്. നിലവിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും രാജീവ് സ്വപ്നം കാണുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ ചേർത്ത് നിർത്താനാണ് രാജീവിന്റെ ലക്ഷ്യം. ജനപ്രിയരായ, ഇതുവരെ അകറ്റി നിർത്തപ്പെട്ട പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പിലും പെടാത്ത നേതാക്കളെയൊക്കെ തന്നെ രാജീവ് തപ്പിയെടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അതേസമയം ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് നോക്കാതെ മിടുക്കന്മാരെ, വിശ്വസ്തരെ രാജീവ് ചേർത്ത് പിടിക്കുന്നു. ശോഭാ സുരേന്ദ്രനെയും ഷോൺ ജോർജിനെയും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് രാജീവ് ഒപ്പം നിർത്തുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന ക്രൗഡ് പുള്ളറായ നേതാവിന് അണികൾക്കിടയിലുള്ള സ്വാധീനവും BJP പ്രവർത്തകർക്ക് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ഉത്തരവാദിത്വമുള്ള പദവി കൊടുത്ത് കൂടെ നിർത്താൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം. ഒപ്പം ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന ഷോൺ ജോർജിനെ ചേർത്ത് പിടിച്ചു നിർത്തും. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ 40 വർഷം BJPയിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതെങ്കിൽ കേവലം 15 മാസം പ്രവർത്തിച്ച ഷോൺ ജോർജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ചിലർക്കൊക്കെ അസ്വാരസ്യമുണ്ടെങ്കിലും ഷോൺ ജോർജിനെ ക്രൈസ്തവ സഭയിലുള്ള സ്വാധീനം ക്രൈസ്തവ മത നേതാക്കളെയും ക്രൈസ്തവ വിശ്വാസികളെയും BJPയോടൊപ്പം ചേർത്ത് പിടിക്കാനുള്ള കഴിവ് അംഗീകരിച്ച മതിയാവൂ എന്ന വാശിയിലാണ് രാജീവ് ചന്ദ്രശേഖർ. ഇവർ മാത്രമല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും രാജീവ് ചന്ദ്രശേഖർ ഒപ്പം നിർത്തുന്നു. എല്ലാം താൻ തന്നെ മതി, തന്നിലൂടെ മതി എന്ന രീതി വേണ്ടെന്ന് വയ്ക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് രാജീവിന്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം നടന്നു. മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ കോർ കമ്മിറ്റിയിലുണ്ടായിരുന്നു. സാധാരണ കോർ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ അജണ്ടയിൽ വളരെ വേഗത്തിൽ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചാണ് കോർ കമ്മിറ്റി പിരിഞ്ഞത്. കോർ കമ്മിറ്റിയിൽ എമ്പുരാനെ കുറിച്ച് ചർച്ച നടന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നതെങ്കിലും വാസ്തവത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും കോർ കമ്മിറ്റിയിലെടുത്തു. അതിലൊന്ന്, ഏപ്രിൽ മാസം 15-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നതാണ്. ഓർക്കണം, 2 ആഴ്ച മാത്രമാണ് അതിന് സമയം കൊടുത്തിരിക്കുന്നത്. ഈ 2 ആഴ്ചയ്ക്കകം മുഴുവൻ പുനഃസംഘടനയും പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പ്രധാന നേതാക്കളോടും കേന്ദ്ര നേതൃത്വത്തോടും ആലോചിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെയാവും. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് വലിയ അധികാരമാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ഗ്രൂപ്പ് നേതാക്കളെ പരിഗണിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിയമനം നടത്തുക. എന്നാൽ കഴിവായിരിക്കും മാനദണ്ഡം. പ്രവർത്തിക്കാത്തവരെ മാറ്റും എന്ന മുന്നറിയിപ്പോടെയാണ് നിയമിക്കുന്നത്. ജില്ലാ മണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതാണ് വളരെ കൗതുകമുണർത്തുന്ന പുതിയ രീതി. സാധാരണഗതിക്ക് ഈ നേതാക്കളൊക്കെ പ്രസിഡന്റ് അയാളുടെ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടന്ന് തെരഞ്ഞെടുക്കുകയാണ്. രാജീവ് അതിൽ ഇടപെടുന്നേയില്ല. രാജീവ് 15-ാം തീയതിക്ക് മുമ്പ് തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വാ പൊളിച്ചു പോയി. കാരണം സാധാരണ സംസ്ഥാന പ്രസിഡന്റുമാർ അവർക്ക് താല്പര്യമുള്ള ഭാരവാഹികൾ വരാൻ വേണ്ടി സമയമെടുക്കാറുണ്ട്. രാജീവ് അങ്ങനെ ഒരു താല്പര്യവും എടുത്തില്ല എന്ന് മാത്രമല്ല, രാജീവ് 30 ജില്ലകളെയും, ഇപ്പോൾ 30 ജില്ലകളാണ് BJPക്കുള്ളത്, 30 ജില്ലകളെയും 5 റീജിയനായി തിരിച്ചു. ഈ ഒരു റീജിയനിൽ 6 ജില്ലകളെ ഉൾപ്പെടുത്തി.
എന്നിട്ട് 5 നേതാക്കളെ ഈ 6 ജില്ല ഉൾപ്പെടുന്ന 5 റീജിയനുകൾക്കും ചുമതലപ്പെടുത്തി. അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനോടും മറ്റ് മണ്ഡലം പ്രസിഡന്റിനോടുമൊക്കെ ആലോചിച്ച് ഓരോ ജില്ലയിലെയും ഭാരവാഹികൾ ആര് വേണമെന്ന് തീരുമാനിച്ച് എനിക്ക് ലിസ്റ്റ് തരൂ. 15-ാം തീയതിക്ക് മുമ്പ് ലിസ്റ്റ് തരണം. എനിക്കറിയേണ്ട കാര്യമേ ഇല്ല. ആരെ വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനുവേണ്ടി രാജ്യം തെരഞ്ഞെടുത്ത 5 നേതാക്കൾ കൗതുകത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. ഇതുവരെ BJPയുടെ മുറ്റത്ത് വെയിൽ കൊണ്ടുനിന്ന ശോഭാ സുരേന്ദ്രനെ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള ചുമതലപ്പെട്ട 5 നേതാക്കളിൽ ഒരാളാക്കുന്നു. അങ്ങനെ 6 ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു റീജിയന്റെ ചുമതല ശോഭാ സുരേന്ദ്രന് കൊടുത്തു. രണ്ടാമത് ചുമതല ഏൽപ്പിച്ചത് തിരുവനന്തപുരത്ത് S. സുരേഷിനെയാണ്. തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതായത് VV രാജേഷ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് ആയിരുന്നു. സുരേഷിന്റെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജീവ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. സുരേന്ദ്രന്റെ സ്വന്തമായിരുന്ന VV രാജേഷിനേക്കാൾ രാജീവ് ചന്ദ്രശേഖരന് പിടുത്തം സുരേഷിനോടാണ് എന്ന് വ്യക്തമാവുന്ന തരത്തിലായിരുന്നു ഈ നിയമനം. MT രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നിലവിൽ മുതിർന്ന നേതാവാണ്. സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് കണക്കാക്കപ്പെട്ട ആളാണ്. MT രമേശാണ് മൂന്നാമൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന P. സുധീറാണ് നാലാമൻ. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ AN രാധാകൃഷ്ണനാണ് അഞ്ചാമൻ. ഗ്രൂപ്പ് നോക്കാതെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് 5 പേരെ നിയോഗിച്ചത്. ഈ 5 പേർക്കും 6 ജില്ലകളുടെ വീതം ചുമതല കൊടുത്തു. അവർ 15-ാം തീയതിക്ക് മുമ്പ് അതാത് ജില്ലകളിലെ ജില്ലാ ഭാരവാഹികളെയും മണ്ഡലം ഭാരവാഹികളെയും നിശ്ചയിച്ചിട്ട് ആ ലിസ്റ്റ് പ്രസിഡന്റിന് കൊടുക്കണം. അതിനുശേഷം പ്രസിഡന്റ് അതിലെന്തെങ്കിലും പരാതി ഉണ്ടോ, അതിലേതെങ്കിലും വ്യക്തി താല്പര്യം കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും, എന്നിട്ട് പ്രഖ്യാപിക്കും. അതായത് ജില്ലാ ഭാരവാഹികളുടെ കാര്യത്തിലും മണ്ഡലം ഭാരവാഹികളുടെ കാര്യത്തിലും തനിക്ക് ഒരു താല്പര്യവുമില്ല, പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കട്ടെ എന്ന നിലപാടാണ് പുതിയ പ്രസിഡന്റ് എടുത്തിരിക്കുന്നത്. ഇത് BJPയിൽ പതിവുള്ളതല്ല. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ മറ്റു ചില തീരുമാനങ്ങൾ എടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ സാധാരണക്കാരിൽ എത്തുന്നില്ല. എത്തുന്ന പല പദ്ധതികളും CPM-കാർ മുതലെടുക്കുന്നു. അതുകൊണ്ട് BJPയുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ അതാതിടങ്ങളിലെ ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് ധാരണയുണ്ടാക്കി ഈ പദ്ധതികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവരെ ചേർക്കണം എന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഈ പദ്ധതികൾ നടത്തിപ്പിന് വേണ്ടി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പ്രത്യേക ഹോട്ട്ലൈനുകൾ സ്ഥാപിച്ചു. അധികാരം വികേന്ദ്രീകൃതമായി താഴേക്ക് കൊടുക്കുന്ന പദ്ധതിക്ക് രാജീവ് ചന്ദ്രശേഖരൻ രൂപം കൊടുത്തിരിക്കുന്നു. ഇവിടെയൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഏറെ വ്യത്യസ്തനായത്. ആദ്യത്തെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കാത്തിരുന്ന് പത്രക്കാരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പകരം പത്രക്കാരോട് സംസാരിക്കാൻ 2 പേരെ ചുമതലപ്പെടുത്തി, P. സുധീറിനെയും A. സുരേഷിനെയും. അവരാണ് പത്രക്കാർക്ക് ഉത്തരം പറഞ്ഞത്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരിക്കും മാധ്യമങ്ങളെ കാണുന്നത്. ഇതിനു മുമ്പുള്ള പ്രസിഡന്റുമാർ, പ്രത്യേകിച്ച് സുരേന്ദ്രൻ, എല്ലാ ദിവസവും എവിടെ ചെന്നാലും പലതവണ പത്രക്കാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രസിഡന്റ് സ്ഥാനത്ത് താനുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവൃത്തിയാണ്, പ്രസംഗമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പത്രക്കാരെ കാണുന്ന പണി കൂടി മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതായത് രാവിലെയും വൈകുന്നേരവും രാജീവ് ചന്ദ്രശേഖർ പത്രക്കാർക്ക് വിശദീകരണ കുറിപ്പുമായി പത്രക്കാർക്ക് മുമ്പിൽ വാ തുറക്കാൻ പ്രത്യക്ഷപ്പെടില്ല. ആ ചുമതലയും മറ്റു ഭാരവാഹികൾക്ക് വീതിച്ചു കൊടുക്കുന്നു. BJPയുടെ എല്ലാ നേതാക്കളും മാധ്യമങ്ങളെ കാണട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ പ്രതികരിക്കട്ടെ. പ്രസിഡന്റിന്റെ പണി അതൊന്നുമല്ല. പ്രസിഡന്റ് പാർട്ടിയെ നയിക്കുകയാണ്, മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ ഒരുങ്ങണം. അതുകൊണ്ടാണ് ഏപ്രിൽ 15-ന് മുമ്പ് മുഴുവൻ ഭാരവാഹികളെയും നിശ്ചയിക്കണം, അങ്ങനെ മുമ്പോട്ട് പോകും എന്ന് തീരുമാനിച്ചത്. സംസ്ഥാന സെക്രട്ടറിമാരെയും മറ്റു ഭാരവാഹികളെയും നിശ്ചയിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ പോയ രാജീവ് ചന്ദ്രശേഖർ മോദിയെയും അമിത്ഷായെയും നഡ്ഡയെയും കണ്ട് തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ കേരളത്തിലെ BJP എടുത്തിരുന്ന രാഷ്ട്രീയ നിലപാട് തിരുത്തുന്നു എന്നതാണ്. BJPയുടെ ഇതുവരെയുള്ള നിലപാട് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നതായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് മുഖ്യ ശത്രു, CPM അല്ല. CPM-നെ അതിരുകവിഞ്ഞ് ആക്രമിക്കേണ്ട. കോൺഗ്രസ് ഇല്ലാതാവുകയാണ് BJPയുടെ ലക്ഷ്യം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ശ്രമം. എന്നാൽ അത് വിജയിക്കില്ല. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ UDF-നോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് നിലനിൽക്കും. അതുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കി BJPക്ക് വളരാൻ കഴിയില്ല. BJPക്ക് വളരണമെങ്കിൽ ഹിന്ദു പാർട്ടിയായി CPM ഇല്ലാതാക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അത് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. CPM-ആണ് മുഖ്യ ശത്രു. CPM-ന്റെ അഴിമതിയും തട്ടിപ്പും സ്വജനപക്ഷപാതവും ഭരണവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ഒക്കെ ചർച്ചയാക്കിയാൽ മാത്രമേ BJPക്ക് വളരാൻ കഴിയൂ. CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഹിന്ദുക്കളെ BJPയിലേക്ക് കൊണ്ടുവരണം. CPM-നോട് ചേർന്ന് നിൽക്കുന്ന പാവങ്ങളെ BJPയിലേക്ക് കൊണ്ടുവരണം.
അങ്ങനെ CPM ഇല്ലാതായി. CPM വോട്ട് ബാങ്ക് സ്വീകരിച്ചു വേണം BJP വളരാൻ എന്ന ഒരു സ്ട്രാറ്റജി, തന്ത്രം രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുന്നു. അത് കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചാൽ അത്തരത്തിലായിരിക്കും ഇനി നിലപാടുണ്ടാവുക. എന്തായാലും ഇതുവരെ കണ്ടുപരിചയിച്ച നേതാക്കന്മാരെ പോലെ അല്ല രാജീവ് ചന്ദ്രശേഖർ. BJPയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.